ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു ഫ്ലവർ വേസ്റ്റ് ചെയ്തില്ലേ, അപ്പോൾ അതിൽ ബാക്കി വന്ന പേപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന് കുറേ നേരം പിൻട്രസ്റ്റൊക്കെ ഇങ്ങനെ തപ്പിയും കൊണ്ടിരുന്നപ്പോഴാണ് ഒരു അടിപൊളി ഐറ്റം കണ്ണിപ്പെട്ടത്. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതങ്ങോട്ട് ചെയ്യാന്നേ. അതിനെന്താ, സമചതുരാകൃതിയിൽ ഒരു 5 പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ, എന്താ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങോട്ട് മടക്കി കൊടുക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ, ഒരു വട്ടേ കാണിക്കുന്നുള്ളൂ. അതിൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പക്ഷെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ 5 എണ്ണം നമ്മളത് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ, ഫെവിക്കോൾ വയ്ക്കുക, അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. സിമ്പിളാണേ. എവിടേക്കാണ് ഒട്ടിക്കേണ്ടതെന്ന് നേരെ നോക്കി കണ്ടോളുണ്ട് കേട്ടോ. ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കല്ലേ. എന്താ അവസാനത്തെ 2 എണ്ണം ഇതാ അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായല്ലോ എന്താ സംഭവം എന്ന്. ആദ്യ ഗൈസ്, ഒരു ഉണങ്ങിയ ഇലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊള്ളാമല്ലേ. ഇനി ഇതിലൊരു തണ്ട് കൂടെ വേണ്ടേ. ഇതാ ഒരു പേപ്പറിൽ ഒരു തണ്ട് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പേക്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സെറ്റാണ്. ഇനി ഒരു പേപ്പർ ഫ്രെയിം എടുക്കുക, അതിലിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അവിടെ ഒട്ടിച്ച് വെക്കണം കേട്ടോ. പിന്നെ പേപ്പർ ഫ്രെയിം നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഞാനൊരു പേപ്പർ ഫ്രെയിം ഉണ്ടാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്ത് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, പോയി നോക്കാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബായ്.